നിതിൻ അഗർവാൾ എന്ന ആ യുവ വ്യവസായിയെ അദ്ദേഹത്തിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്ന പെൺകുട്ടി സ്വന്തം കാമുകനുമായി ചേർന്ന് കൊലപ്പെടുത്തിയ ആ ക്രൂരമായ കേസിനെ കുറിച്ച് നമ്മൾ ഇതിനകം തന്നെ സംസാരിച്ചു. ഈ കേസിൽ ഇപ്പോൾ അടുത്തടുത്ത് ഒരുപാട് പുതിയ അപ്ഡേറ്റുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കേസ് ഇത്രത്തോളം വലിയ ചർച്ചയാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ട മട്ടിലാണ് പോകുന്നത്. പ്രതിഭാഗം വക്കീലിന്റെ പോക്ക് കണ്ടിട്ട് വെറും സംശയത്തിന്റെ പേരിൽ ഞങ്ങളുടെ കക്ഷിക്കാരന് അനുകൂലമായി വിധി തരണമെന്നോ അല്ലെങ്കിൽ കേസിൽ നിന്നും പ്രതിയെ ഒഴിവാക്കണമെന്നോ അവർ ഉടൻ തന്നെ കോടതിയിൽ ആവശ്യപ്പെടാൻ തുടങ്ങുമെന്നാണ് തോന്നുന്നത്. വിഷയം ആ രീതിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പൂർണ്ണമായും അറിയാൻ പോകുന്നത്. ഈ ചേതനും സിയയും ചേർന്ന് തന്നെയാണ് ഈ കൊടും ക്രൂരത ചെയ്തത്. അവർ ആ പാവം കേതൻ എന്ന യുവാവിനെ കൊലപ്പെടുത്തുകയായിരുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞതാണെന്നും ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആണെന്നും ഇനി തന്റെ ജീവിതം വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുമെന്നും എണ്ണമറ്റ സ്വപ്നങ്ങൾ കണ്ടിരുന്ന ആളായിരുന്നു അദ്ദേഹം. എന്നാൽ ഈ സിയയും അവളുടെ കൂടെയുള്ളവനും ചേർന്ന് അദ്ദേഹത്തെ കൂടെ കൂട്ടി ആ കോട്ടയ്ക്ക് മുകളിൽ കൊണ്ടുപോയി താഴേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. അവർ അറസ്റ്റിലായതിനു ശേഷമാണ് ഈ വിഷയം ഇത്ര വലിയ രീതിയിൽ വാർത്തയായത്. ഇപ്പോൾ ഈ കേസിൽ പോലീസ് എന്താണ് ചെയ്തത് എന്നല്ലേ? പോലീസ് ഇപ്പോൾ ഈ സിയെയും കൂട്ടിക്കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയി. പൂനെയിലെ മാർക്കറ്റ് യാർഡ് ഏരിയയിലാണ് ഈ പെൺകുട്ടിയുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ സംഭവം നടന്ന ദിവസം അവൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കണ്ടുകിട്ടാനാണ് പോലീസ് അവളെയും കൂട്ടി അങ്ങോട്ടേക്ക് പോയത്. എന്നാൽ അവിടെ ചെന്ന പോലീസ് ആ വസ്ത്രങ്ങൾ മാത്രമല്ല കണ്ടെടുത്തത്. അതിനോടൊപ്പം അവളുടെ വീട്ടിൽ നിന്നും മറ്റൊരു മൊബൈൽ ഫോൺ കൂടി പോലീസ് പിടിച്ചെടുത്തു. ഈ പെൺകുട്ടിയുടെ കൈവശം രണ്ടാമതൊരു ഫോൺ കൂടി ഉണ്ടായിരുന്നു എന്ന കാര്യം ഇപ്പോഴാണ് പുറത്തു വരുന്നത്. കൂടാതെ ചില പ്രധാനപ്പെട്ട രേഖകളും പോലീസ് അവിടെ നിന്നും കണ്ടെടുത്തു. ഇതിനെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇതൊന്നും ആവശ്യമില്ലാത്ത രേഖകളല്ലെന്നും ഈ കൊലപാതക കേസുമായി നേരിട്ട് ബന്ധമുള്ള പ്രധാനപ്പെട്ട രേഖകൾ തന്നെയാണ് എന്നുമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ രേഖകളും കൂടി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ആദ്യം ഞങ്ങൾ വന്നത് അവൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ മാത്രം എടുത്തുകൊണ്ടു പോകാനായിരുന്നു. എന്നാൽ വീടിനുള്ളിൽ കയറിയപ്പോഴാണ് ചില കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതുകൊണ്ട് അതും കൂടി ഞങ്ങൾ സീസ് ചെയ്യുകയാണ് എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ വീടിനുള്ളിലെ തെളിവ് ശേഖരണമെല്ലാം പോലീസ് പൂർത്തിയാക്കി. ഇതിനുശേഷം ഈ പെൺകുട്ടിയെയും കൊണ്ട് പോലീസ് പുറത്തേക്ക് വരുമ്പോൾ ഒരു വലിയ സംഭവം തന്നെ അവിടെ നടന്നു. ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകളോ അല്ലെങ്കിൽ അവളുടെ പ്രതികരണമോ കിട്ടുമോ എന്നറിയാൻ മാധ്യമ പ്രവർത്തകർ ക്യാമറയുമേന്തി വീടിന് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ പുറത്തേക്ക് വരുമ്പോൾ അത് വാർത്തയാക്കാൻ വേണ്ടി നിന്നതായിരുന്നു അവർ. എന്നാൽ ആ സമയത്ത് മീഡിയയെ നോക്കി ഈ പെൺകുട്ടി കാണിച്ചൊരു കാര്യമുണ്ട്. ആ മാധ്യമ പ്രവർത്തകരെ നോക്കി തന്റെ നടുവിരൽ ഉയർത്തി കാണിക്കുകയാണ് ചെയ്തത്. എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഇത് കണ്ടതും ക്യാമറാമാൻമാരും മാധ്യമ പ്രവർത്തകരും ഒരേപോലെ ദേഷ്യം കൊണ്ട് തിളച്ചു. താൻ ചെയ്ത തെറ്റിന്റെ ഫലം അവൾ ഇപ്പോൾ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവളെ അങ്ങ് വിട്ടേക്കാം എന്ന് കരുതി പലരും ഇതിനെ വലിയ കാര്യമാക്കിയില്ല. എങ്കിലും എത്രത്തോളം അഹങ്കാരം ഉണ്ടായാലാണ് അവൾ ഈ ഒരു പ്രവൃത്തി ചെയ്യുക? അവൾ നിരപരാധിയാണെങ്കിലോ അല്ലെങ്കിൽ ഈ കുറ്റകൃത്യവുമായി അവൾക്ക് യാതൊരു ബന്ധവുമില്ലെങ്കിലോ മാധ്യമങ്ങൾ തന്നെ കുറച്ച് തെറ്റായ വാർത്തകൾ നൽകുന്നതിലുള്ള വിഷമം കൊണ്ട് ചെയ്തതാണെന്ന് നമുക്ക് കരുതാമായിരുന്നു. എന്നാൽ ഇവിടെ അവൾ കുറ്റസമ്മതം നടത്തി കഴിഞ്ഞു. എല്ലാ തെളിവുകളോടെയുമാണ് അവൾ പിടിയിലായിരിക്കുന്നത്. ആ പാവം ചെറുപ്പക്കാരന്റെ ജീവനാണ് അവൾ എടുത്തത്. അങ്ങനെയുള്ളപ്പോൾ അവളോട് എല്ലാവർക്കും ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ്. അവളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവൾ ചെയ്ത ക്രൂരതകളുടെ വലിയ ലിസ്റ്റ് തന്നെ വരുമ്പോൾ ജനങ്ങൾക്കും ദേഷ്യം വരും. ശരിക്കും അവൾ ആ ഒരു നടുവിരൽ നിവർത്തി കാണിച്ചത് മാധ്യമങ്ങൾക്ക് നേരെയല്ല, മറിച്ച് ഈ സമൂഹത്തിന് നേരെയാണെന്ന് തോന്നിപ്പോകും. അത്രയും വലിയ അഹങ്കാരമാണ് അവൾ കാണിച്ചത്. ഇതും കാണിച്ച് അവൾ അവിടെ നിന്ന് വണ്ടിയിൽ കയറിപ്പോയി. എന്നാൽ നാഷണൽ മീഡിയകൾ ഈ ഒരു ദൃശ്യം ആവർത്തിച്ച് കാണിക്കാൻ തുടങ്ങി. ഇവൾക്ക് ഇപ്പോഴും ഒരു കുറ്റബോധവുമില്ലേ, ഇവളൊന്നും നന്നാകില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പല ചാനലുകളിലും വലിയ ചർച്ചകൾ തന്നെ നടക്കാൻ തുടങ്ങി. ഇതിനുശേഷം സിഐയെ അവളുടെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ട് പോലീസ് നേരെ പോയത് ഒരു കഫേയിലേക്കാണ്. പോലീസ് എന്തിനാണ് അങ്ങോട്ടേക്ക് പോയത് എന്നല്ലേ? ഈ യുവാവിനെ കൊലപ്പെടുത്താൻ വേണ്ടി ഈ രണ്ട് പ്രതികളും ചേർന്ന് പ്ലാൻ തയ്യാറാക്കിയത് ഈ കഫേയിൽ ഇരുന്നു കൊണ്ടാണ്. അവൾ നൽകിയ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അവളെ ഈ സ്ഥലത്തേക്ക് എത്തിച്ചത്. തുടർന്ന് അവിടെ വെച്ച് പോലീസ് അവളുടെ വിശദമായ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തി. നിങ്ങൾ ഇവിടെ എവിടെയാണ് ഇരുന്നത്, എന്തൊക്കെയാണ് സംസാരിച്ചത്, ഇവിടെ എത്ര പേരുണ്ടായിരുന്നു,
നിങ്ങൾ രണ്ടുപേർ മാത്രമാണോ ഈ പ്ലാൻ തുടങ്ങിയത്? ആരാണ് ഈ തീരുമാനം എടുത്തത്? ഇതിനായി ഗൂഗിളിൽ എന്തൊക്കെയാണ് സെർച്ച് ചെയ്തത്? എന്നിങ്ങനെ അവിടെ വെച്ച് എന്തൊക്കെ നടന്നിട്ടുണ്ടാകുമോ അതെല്ലാം പോലീസ് ആ പെൺകുട്ടിയിൽ നിന്നും മൊഴിയായി രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതിനുശേഷം അവിടെയുള്ള ഇലക്ട്രോണിക് ഡിവൈസുകൾ, അതായത് ആ സ്ഥലത്തെ CCTV ക്യാമറകൾ ഉൾപ്പെടെയുള്ള മറ്റു ചില കാര്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് പരിശോധിക്കാനും വെരിഫൈ ചെയ്യാനുമുള്ള ജോലികൾ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. ആ സ്പോട്ടിൽ നിന്നുള്ള തെളിവുകളെല്ലാം അവർ ശേഖരിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പോലീസ് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. അവൾ കാര്യങ്ങൾ കൃത്യമായി പറയുന്നില്ല എന്ന് പോലീസിന് മനസ്സിലായി. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തുകൊണ്ടൊരു പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തിക്കൂടാ എന്ന് പോലീസ് ചിന്തിക്കുകയാണ്. ഈ പെൺകുട്ടിക്ക് മാത്രമല്ല, അവളുടെ കൂടെയുള്ള ആ കാമുകനും കൂടി ചേർത്ത് പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തണം. അതായത് ഒരു ലൈ ഡിറ്റക്ടർ ടെസ്റ്റ് നടത്താൻ വേണ്ടിയാണ് പോലീസ് ഇപ്പോൾ തീരുമാനിക്കുന്നത്. പക്ഷേ ഇതിൽ എന്താണ് പ്രധാന പ്രശ്നമെന്നറിയാമോ? ഈ ടെസ്റ്റ് നടത്തണമെങ്കിൽ കുറ്റാരോപിതരായ വ്യക്തികൾ അതിന് സമ്മതിക്കണം. അതാണ് ഇതിലെ ഏറ്റവും വലിയ തടസ്സം. അപ്പോൾ അവർ ഇതിന് സമ്മതിച്ചോ? ഇല്ല, അവർ രണ്ടാമതും നോയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ പോലീസിന് കോടതിയെ സമീപിച്ച് അവിടെ നിന്നും പ്രത്യേക അനുമതി വാങ്ങി ഈ ഫോർമാലിറ്റികളെല്ലാം പൂർത്തിയാക്കണമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടി എടുക്കും. അതുകൊണ്ട് ഇനി അവർ എന്തൊക്കെയാണ് അതിൽ പറയാൻ പോകുന്നതെന്ന് അറിയണമെങ്കിൽ ഇനിയും കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. ആർജിക്കർ ഹോസ്പിറ്റലിലെ സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. സെയിം അതേ കേസ് പോലെ തന്നെയാണ്, സമാനമായ ചില നിയമപരമായ തടസ്സങ്ങളാണ് നമ്മൾ ഇവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് ആ പെൺകുട്ടിയുടെ കാമുകനായ പ്രതിയുടെ ഗേറ്റ് അനാലിസിസ് പോലീസ് പൂർണ്ണമായും നടത്തി കഴിഞ്ഞു. ഗേറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അവന്റെ ശാരീരിക ചലനങ്ങൾ, ബോഡി മൂവ്മെന്റ്സ്, ആ ഒരു ബോഡി ലാംഗ്വേജ് എങ്ങനെയാണെന്നൊക്കെ കൃത്യമായി വിലയിരുത്തുന്ന രീതി. തെളിവുകളുടെ ഭാഗമായി ലഭിച്ച വിഷ്വലുകളിൽ അവൻ ഹൂഡി ധരിച്ചു വരുന്ന രംഗങ്ങളും മറ്റൊരു വശത്ത് അവൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ള പോസ്റ്റുകളും ഒക്കെ അവന്റെ യഥാർത്ഥ ജീവിതത്തിലെ പെരുമാറ്റവുമായി എത്രത്തോളം ഒത്തുപോകുന്നുണ്ട് എന്ന് പരിശോധിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അവന്റെ ശരീരഭാഷയും ചലനങ്ങളും എല്ലാം അവർ പൂർണ്ണമായും വിശകലനം ചെയ്തു കഴിഞ്ഞു. ഇതുവരെ ഈ കേസിൽ നമ്മൾ രണ്ടുപേര് മാത്രമാണ് കുറ്റവാളികളായി കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കേസിൽ അടുത്ത ട്വിസ്റ്റ് വന്നിരിക്കുകയാണ്. മൂന്നാമതൊരാൾ കൂടി ഇതിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് പുതിയ വിവരം. അവൻ ആരാണ്, പേരെന്താണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കാരണം കേസ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണ ഘട്ടത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് പേര് വിവരങ്ങൾ രഹസ്യമാക്കി വെച്ചിരിക്കുന്നത്. എങ്കിലും നാഷണൽ മീഡിയകൾ എങ്ങനെയൊക്കെയോ ചില വിവരങ്ങൾ ചോർത്തിയെടുത്തിട്ടുണ്ട്. അവർ പറയുന്നതനുസരിച്ച് ആ പെൺകുട്ടിയുടെ കാമുകന്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ മൂന്നാമൻ. ഈ പയ്യനെ ഇപ്പോൾ ഒരു സംശയിക്കപ്പെടുന്ന വ്യക്തിയായി കണ്ടുകൊണ്ട് പോലീസ് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അടുത്ത ഘട്ടമായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ പോലീസിന് മുന്നിലുള്ള വലിയൊരു സംശയം എന്തെന്നാൽ, സിഐയും കാമുകനും ചേർന്ന് തയ്യാറാക്കിയ ഈ കൊലപാതക ആസൂത്രണത്തെക്കുറിച്ച് ഈ മൂന്നാമതായ പയ്യന് മുൻപേ അറിയാമായിരുന്നോ? അതോ ഈ പയ്യൻ പറഞ്ഞു കൊടുത്തിട്ടാണോ അവരെ ക്രൂരത ചെയ്തത്? ഈ കൊലപാതകത്തിൽ അവൻ എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നാണ് പോലീസ് ഇനി വിശദമായി അന്വേഷിക്കാൻ പോകുന്നത്. ഈ കേസിൽ ആ പയ്യന്റെ പങ്ക് കൂടി തെളിയിക്കപ്പെടുകയാണെങ്കിൽ ഇനി നമ്മൾ 2 പ്രതികൾ എന്നല്ല 3 പ്രതികൾ എന്ന് പറയേണ്ടി വരും. എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പലരും ഈ കേസിനെ കുറിച്ച് പല കാര്യങ്ങളും എഴുതി പിടിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഈ സിയ കടുത്ത മദ്യപാനത്തിന് അടിമയായിരുന്നു എന്നാണ്. ഈ പെൺകുട്ടി പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്ത് കുടിക്കാൻ ബിയർ ചോദിച്ചു എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. പോലീസിനോട് തന്നെ നേരിട്ട് ബിയർ ചോദിക്കണമെങ്കിൽ അവൾക്ക് പബ്ബുകളോടും മദ്യത്തോടും എത്രത്തോളം ഭ്രമമുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. മദ്യം കഴിക്കാതെ അവൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന രീതിയിൽ ഈ പെൺകുട്ടിയുടെ സ്വഭാവത്തെക്കുറിച്ച് പല മാധ്യമങ്ങളിലും വലിയ എഴുത്തുകളും ചർച്ചകളും വരാൻ തുടങ്ങി. ഇത് പല പ്രമുഖ മാധ്യമങ്ങളിലും വലിയ തലക്കെട്ടോടു കൂടിയാണ് വരുന്നത്. തന്നെ വിശ്വസിച്ച് കൂടെ വന്ന ഒരു ചെറുപ്പക്കാരനെയാണ് അവൾ കൊലപ്പെടുത്തിയത്. ഈ പെൺകുട്ടിയെക്കുറിച്ച് മോശമായി സംസാരിക്കാൻ സത്യത്തിൽ എനിക്ക് താല്പര്യമില്ല. എങ്കിലും അവളുടെ പെരുമാറ്റവും സ്വഭാവവും കാണുമ്പോൾ ആരെന്ത് പറഞ്ഞാലും അതിൽ തെറ്റു പറയാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ. അവൾ അത്രമാത്രം മദ്യത്തിന് അടിമയാണെന്ന രീതിയിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് ഈ പെൺകുട്ടിയുടെ അമ്മയോട് മാധ്യമപ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. നിങ്ങളുടെ മകളെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണല്ലോ വാർത്തകൾ വരുന്നത്, ഇതിലെന്താണ് പറയാനുള്ളത്? ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ അമ്മ ഇക്കാര്യങ്ങളെല്ലാം പൂർണ്ണമായി നിഷേധിച്ചു. മകൾ പബ്ബുകളിൽ പോകാറുണ്ടെന്ന കാര്യം എനിക്കറിയാം. പക്ഷേ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ പോലീസുകാരോട് തന്നെ നേരിട്ട് ബിയർ ചോദിക്കാനുള്ള അത്രയും ധൈര്യമൊന്നും എൻ്റെ മകൾക്കില്ല. അതിന് യാതൊരു സാധ്യതയും ഇല്ല എന്നാണ് അമ്മ പറയുന്നത്. കൂടാതെ വാർത്തകളിൽ ഇങ്ങനെ പലതും വരുന്നത് കണ്ട് ഈ അമ്മ പോലീസിനോട് തന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. എൻ്റെ മകൾ നിങ്ങളുടെ അടുത്ത് ബിയർ ചോദിച്ചോ എന്ന് തിരക്കിയപ്പോൾ ഇല്ല, നിങ്ങളുടെ മകൾ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല,
സോഷ്യൽ മീഡിയയിലും മറ്റും തെറ്റായ വാർത്തകൾ നൽകുന്നതാണ് എന്ന് പോലീസ് തന്നോട് പറഞ്ഞതായി അമ്മയായ പൂജ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്കിതിലൊരു വ്യക്തത കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഇതേ സമയത്ത് തന്നെ സിയ മുൻപ് പബ്ബുകളിൽ ചെന്ന് സുഹൃത്തുക്കൾക്കൊപ്പം ആഘോഷിക്കുന്നതിൻ്റെയും മറ്റും പലതരത്തിലുള്ള പഴയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മുൻപേ പറഞ്ഞതല്ലേ, ഇപ്പൊ കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഈ വീഡിയോസ് വെച്ചും പല ചർച്ചകൾ നടത്തുന്നുണ്ട്. ഈ കേസിൽ ഇതുവരെ നിങ്ങൾ കണ്ട അപ്ഡേറ്റുകൾ തന്നെ നിങ്ങളെ അമ്പരപ്പിച്ചിട്ടുണ്ടാകും. എന്നാൽ അടുത്തതായി കോടതിയിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ സിയയുടെയും അവളുടെ കാമുകന്റെയും പോലീസ് കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. ഇനി ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണമെങ്കിൽ കോടതിയിൽ ഹാജരാക്കി ജഡ്ജിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ പോലീസ് ഇവരെ രണ്ടുപേരെയും ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. ബഹുമാനപ്പെട്ട കോടതി സമക്ഷം ഞങ്ങൾക്ക് ഇവരെ ചോദ്യം ചെയ്യാനായി 3 ദിവസത്തേക്ക് കൂടി പോലീസ് കസ്റ്റഡി നീട്ടി നൽകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. ഇതുവരെ അനുവദിച്ച കസ്റ്റഡിയിൽ ഞങ്ങൾ ഇവരെ ചോദ്യം ചെയ്തു. എങ്കിലും അന്വേഷണം പൂർത്തിയാക്കാൻ ഈ 3 ദിവസത്തെ കസ്റ്റഡി കൂടി അനിവാര്യമാണെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. അതിനായി 3 പ്രധാന കാരണങ്ങളാണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുന്നിൽ വച്ചത്. 1. കൊല്ലപ്പെട്ട കേതൻ അഗർവാളിന്റെ പാസ്പോർട്ട് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ പാസ്പോർട്ട് സിയ തന്നെയാണ് നശിപ്പിച്ചു കളഞ്ഞതെന്ന് വ്യക്തമായിട്ടുണ്ട്. എന്നാൽ അവൾ അത് എങ്ങനെയാണ് നശിപ്പിച്ചത് എന്ന് പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. 2. കേതനെ എങ്ങനെ കൊലപ്പെടുത്തണം എന്ന് ഇവർ രണ്ടുപേരും ചേർന്ന് ആ കോട്ടയ്ക്ക് മുകളിൽ വെച്ച് മുൻകൂട്ടി റിഹേഴ്സൽ നടത്തി നോക്കിയിരുന്നു. ഈ കാര്യത്തെക്കുറിച്ച് പോലീസിന് വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. 3. സിയയുടെ വീട്ടിൽ നിന്നും പോലീസിന് ലഭിച്ച 2ാമത്തെ മൊബൈൽ ഫോൺ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. അത് പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും ഡിലീറ്റ് ചെയ്ത ചില ചാറ്റുകൾ പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട്. എന്നാൽ ആ ചാറ്റുകൾ സാധാരണ രീതിയിൽ വായിച്ചു മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. അവയെല്ലാം കോഡ് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അതിൽ പല തരത്തിലുള്ള കോഡുകളും നിക്നെയിമുകളും ഇമോജികളും ഒക്കെയാണ് ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. പോലീസിന് ഇത് സ്വന്തം നിലയ്ക്ക് ഡീകോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. പ്രതികളായ ഇവർ രണ്ടുപേരും കസ്റ്റഡിയിൽ ഇരുന്ന് കാര്യങ്ങൾ വിശദീകരിച്ചാൽ മാത്രമേ ആ കോഡുകളുടെയും ഇമോജികളുടെയും യഥാർത്ഥ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. ഈ 3 കാരണങ്ങൾ മുൻനിർത്തി കേസിന്റെ അന്വേഷണത്തിൽ കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ എത്രത്തോളം പ്രധാനമാണെന്ന് മനസ്സിലാക്കി പോലീസ് കസ്റ്റഡി 3 ദിവസത്തേക്ക് കൂടി നീട്ടി നൽകണം എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ ഒരു കേസാകുമ്പോൾ ഒരു വശത്തെ വാദം മാത്രം കേൾക്കില്ലല്ലോ, പ്രതിഭാഗത്തിന്റെ വാദവും കേൾക്കണമല്ലോ. പ്രതിഭാഗം വക്കീൽ കോടതിയിൽ വാദിച്ചത് ഇങ്ങനെയാണ്: ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഇതുവരെ പോലീസിന്റെ കയ്യിൽ കൃത്യമായ യാതൊരു തെളിവുകളുമില്ല. പോലീസ് പറയുന്ന കാരണങ്ങളെല്ലാം തികച്ചും അടിസ്ഥാനരഹിതമാണ്. അതുകൊണ്ട് എന്റെ കക്ഷികളുടെ പോലീസ് കസ്റ്റഡി ഒരു കാരണവശാലും നീട്ടി നൽകരുത്. ഇരുഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ട ജഡ്ജി ഒടുവിൽ എന്ത് തീരുമാനിച്ചുവെന്നറിയണ്ടേ? പ്രോസിക്യൂഷൻ സമർപ്പിച്ച ആ ഹർജി, അതായത് 3 ദിവസത്തെ പോലീസ് കസ്റ്റഡി നീട്ടി നൽകണമെന്ന ആവശ്യം കോടതി പൂർണ്ണമായും തള്ളി. ഇനി കസ്റ്റഡി നൽകാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കി. അതിനുശേഷം ജഡ്ജി ഉത്തരവിട്ടത് പ്രതികളെ രണ്ടുപേരെയും വരുന്ന 16-ാം തീയതി വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യാനാണ്. തൽക്കാലം ഈ കേസിൽ ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇതാണ്. ഇനി ഈ കേസിനെ കുറിച്ച് എൻ്റെ മനസ്സിലുള്ള ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. താല്പര്യമുള്ളവർക്ക് താഴെ കമന്റ് സെക്ഷനിൽ മറുപടി നൽകാം. ഈ സിയുടെ പെരുമാറ്റങ്ങളെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അവൾ നിരപരാധിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ ഞാൻ ഇതൊക്കെ ചെയ്തു, ഇനി നിങ്ങൾ എന്ത് ചെയ്യും എന്ന തരത്തിലുള്ള അഹങ്കാരത്തോടെയാണോ അവൾ പെരുമാറുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.